എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഡബിൾ ഹോഴ്സ് ഈസി കുക്കിലേക്ക് സ്വാഗതം. ഈസി കുക്കിൽ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വെജിറ്റേറിയൻ ഡിഷാണ്, ഒരു ചൈനീസ് ഫ്ലേവറിലുള്ളത്. ചൈനീസ് വെജിറ്റബിൾ എന്തൊക്കെയാണ് അതിൻ്റെ ചേരുവകൾ, എങ്ങനെയാണത് റെഡിയാക്കുന്നത് നമുക്ക് വാച്ച് ചെയ്യാം. വെജിറ്റബിൾ മിക്സ്ഡ് വെജിറ്റബിളാണ്. ഇതിനകത്ത് ക്യാരറ്റ് ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്, ഗ്രീൻ പീസ് ഉണ്ട്, കിഴങ്ങുണ്ട്, മഷ്റൂമുണ്ട്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്യാരറ്റ് ഉണ്ട്. അപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇംഗ്ലീഷ് വെജിറ്റബിൾസും കട്ട് ചെയ്തത്, ഉപ്പ്, കുരുമുളക് പൊടിച്ചത്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞത്, ക്യാപ്സിക്കം അരിഞ്ഞത്, സവാള അരിഞ്ഞത്, സോയാബീൻ സോസ്, റെഡ് ചില്ലി സോസ്, ഉപ്പ്, ഇവയൊക്കെയാണ് ഇതിന് വേണ്ട പ്രധാനപ്പെട്ട ചേരുവകൾ. ഇനി നമുക്കത് ഒരു സ്റ്റൗ കത്തിച്ച് ഓയിൽ ഒഴിക്കാം. നമുക്ക് ചൈനീസ് ഫ്ലേവറിലുള്ള എന്ത് ഡിഷും നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. ചിക്കൻ ആയാലും ശരി, വെജിറ്റബിൾ ആയാലും ശരി, ഫിഷ് ആണെങ്കിലും ശരി. അപ്പം അതിൻ്റെ നമ്മുടെ രുചിയായിട്ടൊക്കെ ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ്. എരിവും ഒക്കെ ഉണ്ട്, ഒരു സോസിൻ്റെയൊക്കെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണ്. അപ്പം നമ്മൾ വെജിറ്റബിൾ ലവേഴ്സിന് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷായിരിക്കും ഇന്നത്തെ ഈ ചൈനീസ് ഫ്ലേവറിലുള്ള വെജിറ്റബിൾ കറി. എണ്ണ ചൂടായി, അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി അരിഞ്ഞത്, പച്ചമുളക്, സവാള, അതിലേക്ക് വെജിറ്റബിൾ, ഉപ്പ്, സോയാബീൻ സോസ്, റെഡ് ചില്ലി സോസ്, എളുപ്പം ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ചൈനീസ് ഡിഷാണ് നമ്മൾ ചെയ്യുന്നത്. സാധാരണ വെജിറ്റബിളൊക്കെ ബാറ്ററിനകത്ത് ഫ്രൈ ചെയ്തിട്ടൊക്കെയാണ് ചൈനീസ് ഡിഷുകൾ ഉണ്ടാക്കാറുള്ളത്. പക്ഷേ നമുക്ക് ആ റിയൽ ടേസ്റ്റ്, ചൈനീസിൻ്റെ ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. വളരെ എളുപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനത്തെ ഡിഷുകളൊക്കെ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഫ്രൈ ചെയ്ത് ഒത്തിരി ഓയിലിനകത്ത് പിന്നെ ഫ്രൈ ചെയ്ത് പിന്നെ ഒരു സോസിൻ്റെ അകത്തൊക്കെ ഉണ്ടാക്കിയിടുമ്പം അതിന് വേറൊരു ടേസ്റ്റാണ്. നമ്മളിത് ഡയറക്റ്റ് നമ്മൾ സോസിലോട്ട് നമ്മൾ വെജിറ്റബിളിട്ട് കുക്കാക്കുമ്പോഴത്തേക്ക് അതിന് വേറൊരു ടേസ്റ്റാണ്. ഇനി നമുക്ക് ക്യാപ്സിക്കമാണ് ചേർക്കേണ്ടത്. കുക്കാകാൻ വേണ്ടി അല്പം വെള്ളം ഒഴിക്കുക. അപ്പം ചേരുവകളൊക്കെ ചേർത്ത് കഴിഞ്ഞു. നമുക്കിനിയും വേകാൻ വേണ്ടി അടപ്പ് വെച്ച് ഒന്ന് വേവിക്കാം. വെജിറ്റബിളാണ്, പെട്ടെന്ന് വേവും. വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ആവി കയറി ഒരു 5 മിനിറ്റ്സ് കൊണ്ട് നമുക്കിത് കുക്കായി കിട്ടും. അപ്പോഴത്തേക്ക് ബാക്കി ചേരുവകൾ നമുക്ക് ചേർക്കാം. അങ്ങനെ ഇന്നത്തെ ചൈനീസ് വെജിറ്റബിൾ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. വെജിറ്റബിളൊക്കെ വെന്ത് കഴിഞ്ഞു. അതിലേക്ക് ഇനിയും കുരുമുളക്, മല്ലിയില അരിഞ്ഞത്, സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞത്, റെഡിയായി കഴിഞ്ഞു. ഇനി ചേർക്കേണ്ട ലാസ്റ്റ് അജിനോമോട്ടോ ആണ്. അപ്പോൾ ഇന്നത്തെ ഡിഷ് റെഡിയായി കഴിഞ്ഞു. നല്ല ചൈനീസ് ഫ്ലേവറൊക്കെ ആണ് നമ്മുടെ ഇന്നത്തെ ഡിഷിനുള്ളത്. അപ്പം തന്നെ വെജിറ്റബിളും സോസുകളെല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞിട്ട് നല്ലൊരു ഡിഷാണ് റെഡിയായി കഴിഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സെർവ് ചെയ്യാൻ വേണ്ടി ഒരു പ്ലേറ്റിലേക്ക് എടുക്കാം.
നമുക്ക് ഇപ്പം മല്ലിയിലയും കൂടി വിതറി കഴിഞ്ഞാൽ നേരത്തെ ഈ ചൈനീസ് വെജിറ്റബിൾ റെഡിയായി കഴിഞ്ഞു. നല്ലൊരു വെജിറ്റേറിയൻ ഡിഷാണ് നമ്മൾ ഇന്നത്തെ ഈസി കുക്കിൽ ചെയ്തേക്കുന്നത്. ഒരു ചൈനീസ് ഫ്ലേവറിലുള്ളത് നിങ്ങൾ കണ്ടല്ലോ. എല്ലാ വെജിറ്റബിൾസ് എല്ലാം ഉണ്ട്, മിക്സ്ഡ് വെജിറ്റബിളാണ്. അതിൻ്റെ അകത്ത് ചൈനീസ് സോസുകളും എല്ലാം ചേർന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലൊരു ഡിഷായിട്ടുണ്ട്. അപ്പം ഇത് ചപ്പാത്തിയോ അല്ലെങ്കിൽ നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ അല്ലെങ്കിൽ നൂഡിൽസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ വ്യത്യസ്തങ്ങളായ ഡിഷുകൾ നമ്മൾ വെജിറ്റേറിയൻ ആണെങ്കിലും ശരി, നോൺ വെജിറ്റേറിയൻ ആണെങ്കിലും ശരി, ഫിഷ് ആണെങ്കിലും ശരി, നമുക്ക് ഈസി കുക്കിൽ കൂടി കാണാം. അപ്പം പുതിയ ഡിഷുമായിട്ട് അടുത്ത ദിവസം കാണുന്ന നമ്പരെ ഗുഡ് നൈറ്റ്.